ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് കണ്ടാലോ? എന്താ ഉണ്ടാക്കണ്ടേ? നമുക്ക് ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ, നല്ല സുലഭമായിട്ട് മാങ്ങ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ അല്ലേ. ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിന്നൊരു മാംഗോ കേക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിവിടെ കാണാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിനാദ്യം വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇത് നമ്മൾ വാങ്ങിച്ച മെഷറിംഗ് ജാറിലാണ് അളന്ന് നോക്കിയത്. ഇതിലെടുത്താണ് 1 കപ്പ് മൈദ. പിന്നെ വേണ്ടത് 1/2 കപ്പ് മാംഗോയുടെ പൾപ്പ്. അത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. മാംഗോ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. ബട്ടറൊക്കെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പൊടിച്ച ഷുഗർ പൊടിച്ചാണ് വേണ്ടത്. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്. ഇത് 1/2 ടീസ്പൂണാണ് വേണ്ടത്. ഇത് ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടീസ്പൂൺ. പിന്നെ 1/4 കപ്പ് പാലും കൂടെ വേണം ഇതുണ്ടാക്കാൻ വേണ്ടി, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ കേക്കിന് വേണ്ടത്. കേക്ക് തിന്നൊക്കെ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ എയർ ഫ്രയർ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഓണാക്കാം. നമുക്ക് ആദ്യം ഈ ബട്ടറും ഷുഗറും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ആവശ്യത്തിന് ഇടുക. പിന്നെ ഷുഗർ ഇടുക, പൊടിച്ച ഷുഗർ. നമ്മൾ ഒത്തിരി ഷുഗർ എടുത്തിട്ടില്ല. ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഷുഗർ എടുത്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ പഞ്ചസാര ഇട്ടു. നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മാംഗോ പൾപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചേർക്കേണ്ട 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ബാറ്റർ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം. നമ്മുടെ ബാറ്റർ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 160 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. ടൈം നമുക്ക് ഒരു 35-40 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം.
ഓക്കെ, നമുക്കിനി ഓൺ ചെയ്യാം. ഇനി ഈ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം നടുക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇതിലൊന്നും പറ്റിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന്. സോ നമ്മുടെ കേക്ക്, എയർ ഫ്രയറിലുള്ള കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ മാംഗോ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചിയുള്ള ഡെലിഷ്യസ് ആയിട്ടുള്ള റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ മാംഗോ കേക്ക് ഇവിടെ റെഡിയായി. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയ കാരണം വീട്ടിൽ മാങ്ങയുള്ളവർക്കെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് എയർ ഫ്രയറിലല്ലാതെ സ്റ്റൗ ടോപ്പിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ കേക്ക്. ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്, ഡെലിഷ്യസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നന്ദി.